നമ്മുടെ 8ാം ക്ലാസ് ബയോളജിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ പ്ലാന്റ് ടിഷ്യൂസ്. അപ്പോൾ ഇവിടെ ഇത് തന്നിട്ട് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എക്സ് നമ്മുടെ കോർണേഴ്സിൽ തിക്കൻഡ് ആയിട്ടുള്ള കോളൻ കൈമയും വൈ നമ്മുടെ പാരൻ കൈമയാണ്. ഇതിൻ്റെ ഫംഗ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. പാരൻ കൈമ ഫോട്ടോസിന്തസിസും ഫുഡ് സ്റ്റോറേജും, പ്രകാശ സംശ്ലേഷണം നടത്തുക, ഭക്ഷണം സംഭരിക്കുക. നമ്മുടെ കോളൻ കൈമയാണെന്നുണ്ടെങ്കിൽ ചെടികളുടെ ഷേപ്പ്, ആകൃതി നിലനിർത്തുക എന്നുള്ളതാണ്. ഇനി സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് സ്ട്രെങ്ത്തും സപ്പോർട്ടും കൊടുക്കുന്നു എന്ന് പറയുന്നു. അതിൻ്റെ ഏത് ഫീച്ചറാണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഒരു കഴിവ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതാണ് അല്ലേ. ഇനി ഏതൊക്കെയാണ് കോംപ്ലെക്സ് ടിഷ്യൂസ്? സൈലോം ഫ്ലോയോം ആണ്. ഇതെങ്ങനെയാണ് സിമ്പിൾ ടിഷ്യൂസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോംപ്ലെക്സ് ടിഷ്യൂസിനെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഡിഫറെൻറ്റ് സൈസും ഷേപ്പും ഒക്കെ കൊണ്ടിട്ടുള്ള സെൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ സിമ്പിൾ ടിഷ്യൂസിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ സൈസും ഷേപ്പുമാണ്. അപ്പോൾ മക്കൾ ഈ ടിഷ്യൂസിൻ്റെ ഈ ഒരു ടേബിള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലിവിങ് ആണോ, നോൺ ലിവിങ് ആണോ, തിക്കനിങ് ഉണ്ടോ, തിൻ സെൽ വാൾ ആണോ, അതുപോലെ ഇടയിൽ സ്പേസ് ഉണ്ടോ, ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഇത് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക.